ഈ രൂപത്തിൽ അകത്ത് പോകാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോ രാധിക മോള് നേരത്തെ വന്നിട്ടുണ്ടാവും. അതെ, ഇതിനകത്ത് നിന്നുകൊണ്ട് മോളെ നോക്കിക്കാണാൻ ഒരു രസമാണ്. അവളുടെ ചിരി, അവളുടെ കളികൾ, അവളുടെ കുസൃതികൾ. പക്ഷേ ഫിദ മേഡത്തിന്റെ കണ്ണു നിറയുന്നത് രാധിക ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് അധികം വൈകാതെ ഈ കണ്ണുകളിൽ നോക്കി ഇതെന്റെ അമ്മയാണെന്ന് ആ കുട്ടി പറയുന്ന. അതിന് സമയമായില്ല അമൃതയെടുത്തേ. അവള് സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്ന നിമിഷം വരെ ഇതിങ്ങനെ മുന്നോട്ട് പോയേ പറ്റും. ശരി, വാ. ഇതെന്താ മേഡം ഇങ്ങനെ? മാലിനി, നമ്മൾ തിരിച്ചറിയാത്തൊരു വേഷത്തിലേക്ക് ശ്യാമ മാറണമെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണം ഉണ്ടാകും. ഒരു കാര്യം ഓർത്താം, ശ്യാമ ഇതുവരെ രാധികയുടെ മുൻപിൽ ശ്യാമയായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പിന്നെ ശ്യാമ ഇപ്പോഴും മകളെ ഒളിച്ചു നിന്നേ കാണുന്നുള്ളൂ. അങ്ങനെ ഉണ്ടാവോ? എങ്കിൽ ചിലപ്പോ അമ്മയും മോളെയും ആരെങ്കിലും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണെങ്കിലോ? അതിന് കൃത്യമായൊരു ഉത്തരം കിട്ടണമെങ്കിൽ രാധിക പറയണം. എന്തായാലും മാലിനി ഒരു കാര്യം ഉറപ്പിച്ചു, രാധികയുടെ മുഖപടം ഇന്ന് നമ്മുടെ മുമ്പിൽ അഴിഞ്ഞു വീഴാൻ പോവാ. ഞാൻ എന്റെ ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരങ്ങളിലേക്ക് അടുക്കുക. ഇനി അവള് വന്നാ മാത്രം മതി. മുത്തശ്ശി, ഏട്ടന് ഉച്ചയ്ക്കൊരു മരുന്നുണ്ട്. അത് ഞാൻ അവിടെ മേശയുടെ താഴെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കൽപ്പനേടത്തിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏട്ടത്തി ഓർക്കണമെന്നില്ല. മുത്തശ്ശി ഒന്ന് ഓർത്തെടുത്ത് കൊടുക്കോ? ഞാൻ ചെയ്തോളാം കുട്ടി. ആ പിന്നെ ആ കാലിലിടുന്ന കുഴമ്പില്ലേ, അതെ ഏട്ടനെടുത്തിടാൻ വേണ്ടി മടിക്കും. ചെറിയൊരു ചൊറിച്ചിലുണ്ടാവുന്ന വൈദ്യുതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏട്ടനത് പിടിക്കുന്നില്ല. അതുകൊണ്ട് നിർബന്ധിച്ച് മുത്തശ്ശി ചെയ്യിക്കണം. അതും ശരി. അല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് മ്യൂസിക് സ്കൂളില് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നത് എങ്ങനാ? അത് രസാ. കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അച്ഛന്റെ അമ്മയുടെയും കാര്യമൊക്കെ ഓർക്കും. ആ ഒരു ദിവസം ഉണ്ടല്ലോ, ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയെ ഞാൻ അച്ഛന്ന് വിളിച്ചു പോയി. കുട്ടികളെല്ലാരും ചിരിച്ചപ്പോഴാ ഞാൻ അറിഞ്ഞത് പോലും. ഇനി എന്തായാലും അങ്ങനെ ഒന്നും സംഭവിക്കണ്ട കേട്ടോ. അമ്മയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിച്ചപ്പോ മോക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് മടുത്തു അല്ല മാഡം? പക്ഷെ എനിക്ക് മടുക്കുന്നില്ല മാലിനി. ഞാൻ പറഞ്ഞില്ലേ, ഉത്തരങ്ങൾക്ക് അടുത്ത് നിൽക്കുമ്പോ വല്ലാത്തൊരു ത്രില്ല. ഒരുപാട് കാലം ഞാൻ അലഞ്ഞു നടന്നതിന് അമ്മയും മോളും എനിക്ക് ഉത്തരം തരാൻ പോവല്ലേ. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ മുത്തശ്ശി. എന്റെ ഈശ്വരാ, അയ്യോ മോളെ എന്താ ഇത്? ഒരല്പം തെറ്റിയിരുന്നെങ്കിൽ അതെന്റെ കുട്ടിയുടെ തലയിൽ തന്നെ വീണേനെ. എന്തു പറ്റിയതാണാവോ ഇത്? എന്തു പറ്റാൻ? നീയല്ലേ ഇതിന്റെയൊക്കെ നോട്ടക്കാരൻ. സൂക്ഷിച്ചും കണ്ട് വച്ചൂടെ? ഒരൊറ്റ നിമിഷത്തിന് എന്റെ ഉള്ളങ്ങ് ആളിപ്പോയി. ബിജുവേട്ടാ, രാവിലെ തന്നെ മുത്തശ്ശി ഓരോ അപശകനങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോ ഇതുമായി അല്ലേ മുത്തശ്ശി? അതെ. ഇനിയിപ്പൊ നടന്നു പോവാനൊന്നും നിക്കണ്ട. ബിജു, വണ്ടി എടുത്ത് മോളെ മ്യൂസിക് സ്കൂളിലേക്ക് കൊണ്ടുവിടും. അയ്യോ, അതൊന്നും വേണ്ട മുത്തശ്ശി. പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി.
എന്നാ ശരി, ഞാനേ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പോകാൻ നോക്കാം. ആ, അത് ഞാൻ ചെയ്യില്ലേ മോളെ. ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ മുത്തശ്ശി ചെയ്യുന്നത് ഓക്കെ, പക്ഷെ ഞാൻ നിൽക്കുമ്പോ ചെയ്യണ്ട. ഇങ്ങത്തെ ബിജുവേട്ടാ, ദേ ഇത് വേറൊരു ചട്ടിയിലിടണം. ഇനി അതും കൂടി ചെയ്തിട്ടേ പോകുന്നുള്ളൂ. അത് ബിജുവേട്ടൻ ചെയ്തോളൂ. ബിജു, എന്തായാലും ആ നടയെന്ന് ഒഴിച്ചു വച്ചേക്ക്. ഓ. ഇനി ഇങ്ങനെ ഉണ്ടായാലോ. ഏട്ടത്തി, മോള് വന്നില്ലേ ഇതുവരെ? രാധിക വരാൻ സമയമാവുന്നതേ ഉള്ളൂ. ഒന്ന് വിളിച്ചു നോക്കണോ? കൃത്യസമയത്ത് സ്കൂളിലേക്ക് വരുന്ന ഒരാളെ അതിനുമുമ്പ് വിളിച്ചിട്ട് എന്ത് പറയാനാ? അതല്ല ഏട്ടത്തി, ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ സ്വപ്നം കണ്ടത് മുതല് മനസ്സിൽ എന്തൊരു ടെൻഷനാണെന്നറിയോ. ഉറങ്ങിയിട്ടില്ല ഞാൻ ശരിക്കും. ഞാൻ കരുതിയത് മോള് കൺമുന്നിലെത്തിയപ്പോ ഈ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ അവസാനിച്ചു. തീർന്നില്ല അല്ലേ? ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്നലെ എന്തോ വീണ്ടും പഴയതുപോലെയായി. പേടിക്കണ്ട ശ്യാമേ, നിങ്ങൾ അമ്മയ്ക്കും മകൾക്കും ഇടയില് ഒരു വസ്ത്രത്തിന്റെ മറവ് മാത്രമേ ഉള്ളൂ. ശ്യാമ പേടിക്കുന്നത് പോലെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാല് ദേ ഇതങ്ങെടുത്ത് മാറ്റണം. ഇതെന്റെ മകളാണെന്ന് ലോകത്തോട് വിളിച്ചു പറയണം. അത് ഐശ്വര്യയുടെയും അവളുടെ കൂട്ടാളികളുടെയും കാര്യമല്ലേ? ശ്യാമയെ പോലൊരു VIP പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടാല് അത് കിട്ടില്ലേ? എത്ര ഉന്നത ഉദ്യോഗസ്ഥരായാലും ശ്യാമയ്ക്ക് കാണാനും പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാനും ഈസിയാണല്ലോ. പിന്നെന്താ? വേണ്ടി വന്നാ അത് ചെയ്യണം. ശ്യാമ ഒരു സെലിബ്രിറ്റിയാ. ആ വലിപ്പം ശ്യാമ മനസ്സിലാക്കിയാ മതി. ആ വലിപ്പം എല്ലാ പ്രശ്നങ്ങളും തീർക്കും. ഞാൻ ഈ കാര്യം ഇതുവരെ ആലോചിച്ചിട്ടില്ല. തോറ്റുപോവില്ല എന്നൊരു ഉറപ്പ് കിട്ടിയതുപോലെ. എങ്ങനെ തോൽക്കാനാ? അമ്മയും മോളും മനസ്സറിഞ്ഞ് വിളിക്കുന്നത് ഒരു ഭഗവാനല്ലേ? കൈവിടൂ രണ്ടാളെ. അതെ, മോൾ ഉടനെ വരും. ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ നമുക്ക് ഓഫീസ് റൂമിൽ പോയിരിക്കാം. വാ. എന്തേറ്റ് ബിജുവേട്ടാ? എന്തു പറ്റിയെന്നറിയില്ല, വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട്. നോക്കട്ടെ. എനിക്ക് സ്കൂളിലേക്ക് എത്തണമല്ലോ. ഇന്നിനി എന്തായാലും പോവണ്ട. അയ്യോ മുത്തശ്ശി, ഇത്രയൊക്കെ കണ്ടിട്ടും
പിന്നെയും കുട്ടിയെ പറഞ്ഞു വിടുക പറഞ്ഞാല് അതെന്തോ പാതകം ചെയ്യുന്നത് പോലെ. മതി, ഇന്നത്തെ ഒരു ദിവസം വരുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞേക്ക്. അയ്യോ, അത് മതി കുട്ടി. ശരി. സമയം ഒരുപാടായല്ലോ മാഡം. ഇന്ന് പാതിരാത്രി വരെ ആയാലും അമ്മയുടെ മോളുടെ ഒളിച്ചുകളി കണ്ടുപിടിക്കാതെ ഞാൻ മടങ്ങില്ല. അമൃതേട്ടത്തി, മോള് വരേണ്ട സമയം കഴിഞ്ഞു. ഏട്ടത്തി ഒന്ന് വിളിക്കൂ. മ്യൂസിക് സ്കൂളിൽ നിന്നാ. ഹലോ, ഇതെന്ത് പറ്റി മോളെ? ഇത്ര നേരമായിട്ട് എന്താ വരാത്തെ? അത് ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു മാഡം. ഇന്ന് അങ്ങോട്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ? ഫിദ മാഡത്തിനോടൊന്ന് ചോദിക്കോ ഞാനിന്ന് ലീവ് എടുത്തോട്ടെ എന്ന്. മോക്ക് ലീവ് വേണോന്ന്? ലീവോ? ഫിദാമയുടെ എന്റെ അടുത്തുണ്ട്, നേരിട്ട് ചോദിച്ചോളൂ. ആ, ഹലോ മോളെ. ആ മാഡം. അതെന്താ ഇന്ന് ലീവിന്റെ കാര്യം പറഞ്ഞേ? എന്ത് പറ്റി? സുഖമില്ലേ? അല്ല, അസുഖമൊന്നുമില്ല. പക്ഷെ ഇറങ്ങാൻ വൈകിയതുകൊണ്ട്. വൈകിയത് കൊണ്ട് എന്താ? ഇത് മോളുടെ സ്ഥാപനമല്ലേ. എനിക്കും അമൃതയ്ക്കും കൂടി ഇന്നൊരു സ്ഥലത്ത് പോവാനുണ്ട്. സ്കൂളിന്റെ ചാർജ് മോളെ ഏൽപ്പിച്ചിട്ട് പോവാന്ന് ഞാൻ അമൃതയോട് പറഞ്ഞേ. ഇനിയിപ്പോ അയ്യോ മാഡം, എന്നാ ഞാൻ അങ്ങോട്ട് വരാം. എന്നാ മോള് ഒരു വണ്ടി വിളിച്ച് പെട്ടെന്ന് വാ. മോള് വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇറങ്ങാൻ. ആ, എന്നാ ഞാൻ പെട്ടെന്ന് വരാം. എന്തു പണിയാ മോളെ കാണിച്ചത്? എന്തിനാ ചെല്ലാമെന്ന് പറഞ്ഞത്? മുത്തശ്ശി, അവിടുന്ന് എല്ലാരും കൂടി എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് പോവുക. സ്കൂളിന്റെ ചാർജ് എനിക്കാ. പിന്നെ ഇങ്ങനെ ചെല്ലാൻ പറ്റില്ല എന്ന് പറയാ. ഇത്രയും വലിയൊരു സ്ഥാപനത്തില് എനിക്ക് ഇത്ര നല്ലൊരു സ്ഥാനം തരുന്ന ആളുകളെ നിഷേധിക്കാൻ പറ്റുമോ? പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ മോളെ, മനസ്സിലൊരു വല്ലായികയുണ്ട്. മുത്തശ്ശി, എനിക്ക് എന്തായാലും പോണം. ശരി മോളെ. ബിജു, ഒരു ഓട്ടോ ഇങ്ങ് വിളിച്ചേ. മോളെ ഒന്ന് മ്യൂസിക് സ്കൂളിൽ കൊണ്ടുവിടാൻ പറയുന്നു. ശരി മുത്തശ്ശി. എന്നാ പിന്നെ ഞാൻ റോഡിലേക്ക് നിൽക്കാം. വണ്ടി അവിടെ കിട്ടുമല്ലോ. ശരി ശരി മുത്തശ്ശി, പോ. ഭഗവാനെ, ആപത്തൊന്നും സംഭവിക്കല്ലേ. എന്തിനാ എന്റെ മനസ്സിങ്ങനെ കിടന്ന് പിഴയ്ക്കുന്നേ? മാഡം, ഞാൻ തോൽക്കില്ല മാലിനി. എന്റെ മനസ്സ് ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞ ഒരു സമയത്തും മറിച്ച് സംഭവിച്ചിട്ടില്ല. അവള് വരും. ഞാൻ പമ്പിലേക്ക് പോണ വഴിയായിരുന്നു മോളെ. കണിമംഗലത്തെ ഓട്ടമായതുകൊണ്ട് ഞാൻ നിർത്തിയെന്നേ ഉള്ളൂ. മോളെ വിട്ട് കഴിഞ്ഞാൽ പമ്പ് വരെ എത്തുമോ എന്നറിയില്ല. എനിക്ക് പോകാനുള്ള സ്കൂളിന്റെ തൊട്ടടുത്തൊരു പമ്പുണ്ട്. ആ, ഇനി അതാണൊരു ശരണം.
ഞാൻ പറഞ്ഞില്ലേ മോളെ, വണ്ടി ചതിച്ചല്ലോ. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെയെങ്കിലും പമ്പിൽ പോയി പെട്രോൾ അടിച്ചോളാം. പക്ഷെ മോക്ക് പോണ്ടേ? ആ അത് കുഴപ്പമില്ല ചേട്ടാ, ഇനി എനിക്ക് നടക്കാവുന്ന ദൂരല്ലേ ഉള്ളൂ, ഞാൻ നടന്നു പോയിക്കോളാം. അല്ല മോളെ, ഏതെങ്കിലും ഒരു വണ്ടി വരുമ്പോ ഞാൻ കയറ്റിവിടാം. ഏയ് അത് സാരല്ല ചേട്ടാ, 2 മിനിറ്റ് നടന്നാൽ എനിക്ക് എത്താവുന്നല്ലേ ഉള്ളൂ. അയ്യോ പൈസ വേണ്ട മോളെ, യാത്ര തീർന്നില്ലല്ലോ. സാരല്ല ചേട്ടാ, ദാ, വെച്ചോളൂ. എന്റെ കൃഷ്ണ, എന്താ ഇത്? തുടക്കം തന്നെ മുടക്കാണല്ലോ. പോണ്ടെന്ന് മുത്തശ്ശി പറഞ്ഞതാ. ഫിദമാടാണെങ്കിൽ കാത്തിരിക്കുകയും ചെയ്യുന്നു. ഭഗവാനെ, ഈ കാണിക്കുന്ന തടസ്സങ്ങൾക്കൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? കാണുന്നില്ലല്ലോ മാഡം. പ്രധാനപ്പെട്ട നിമിഷമല്ലേ, കുറച്ച് കാക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. മാലി നോക്ക്. എന്തായിരുന്നു മാഡം? ശ്യാമ മാഡത്തിന് അല്പം പോലും വ്യത്യാസമില്ല. അമ്മയും മകനും തമ്മിൽ ഇത്രയും സാമ്യം അപൂർവമാണ്. എന്റെ പിഴവ്, കൊല്ലാൻ ഏൽപ്പിച്ചവൻ ചതിച്ചു. ഇത്രയും കാലം കണ്ടെത്താനും കഴിഞ്ഞില്ല. ഇനി എന്താണ് മാഡം ഉദ്ദേശിക്കുന്നത്? ആദ്യം അമ്മയും മോളും തമ്മിലുള്ള ബന്ധത്തിന്റെ സ്വഭാവം എന്താന്ന് മനസ്സിലാക്കണം. അവര് തമ്മിൽ എന്തൊക്കെ സംസാരിക്കുന്നു എന്ന് നോക്കണം. അതിന് നമ്മൾ നേരിട്ട് പോയാൽ പറ്റില്ല. മറഞ്ഞു നിന്ന് കാണണം, ഒളിഞ്ഞു നിന്ന് കേൾക്കണം. മാഡം, ഇതുവരെ സംഭവിച്ച പിഴവുകൾ ഇനി ആവർത്തിക്കാൻ പാടില്ല. മാലിവ